അങ്ങനെ വർക്കലയിൽ കേരള എക്സ്പ്രസിൽ നിന്ന് ഒരു മദ്യപൻ തള്ളിയിട്ട യുവതി ശ്രീകുട്ടിയുടെ ആരോഗ്യനില തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാറ്റമില്ലാതെ തുടരുന്നുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രതി സുരേഷ് കുമാറിനെ പോലീസ് ഉടൻ കസ്റ്റഡിയിൽ വാങ്ങും. ചികിത്സ സംബന്ധിച്ച് ഡോക്ടേഴ്സ് വിവരങ്ങൾ കൈമാറുന്നതെന്ന് ശ്രീകുട്ടിയുടെ അമ്മ പ്രിയദർശിനി ഇന്നലെ 24 നോട് ഉച്ചയ്ക്ക് ഞാൻ കയറി കണ്ടതിന് ശേഷം ഞാൻ പിന്നെ കണ്ടിട്ടില്ല എൻ്റെ കുട്ടീനെ. ഇതാണ് നിങ്ങളുടെ മകളുടെ ഹെൽത്തിൻ്റെ ഇതെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒരു നേഴ്സ് ആവട്ടെ അല്ലെങ്കിൽ ഡോക്ടർ ആവട്ടെ അതിനുശേഷം എന്നോട് സംസാരിച്ചില്ല. അവർ ഇത്രയും പേര് ഡോക്ടർ ഞങ്ങൾ ഇത്രയും പേര് കൂടി ചേർന്ന് സംസാരിച്ച കാര്യങ്ങൾ ഇന്നതാണെന്ന് മാത്രമേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രത്യേകിച്ച് ഇന്നതാണ് ചെയ്തത് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് ഞങ്ങൾ ഇത്രയും ഒരു ബോർഡ് രൂപീകരിച്ചിട്ട് ഇത്രയും ചെയ്തു എന്നുള്ളതിന് അതിനുശേഷം ഞാൻ ഒരു ഡോക്ടറെയും മീറ്റ് ചെയ്തിട്ടില്ല, ഒരു ഡോക്ടർ എന്നെ മീറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉള്ളവരെ വിളിച്ച് സംസാരിച്ചിട്ടില്ല. എൻ്റെ കുട്ടിയെ ഞാൻ ഉച്ചയ്ക്ക് ശേഷം 1.5 മണിക്ക് ശേഷം അല്ലെങ്കിൽ 2 മണിക്ക് ശേഷം എൻ്റെ കുട്ടീനെ ആരും കണ്ടിട്ടില്ല. ജന്നി വരാതിരിക്കാനും പിന്നെ അവൾക്ക് ചെറിയ പനിയുണ്ട്, അതിൻ്റെ മരുന്ന് അവർ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ കുടുംബത്തിന് എനിക്ക് അനുഭവം വന്നതുകൊണ്ടാണ്. എനിക്ക് തൃപ്തിയല്ല, അല്ലെങ്കിൽ എനിക്ക് പേടിയാണ് ഇനി എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, എനിക്ക് തിരിച്ച് കിട്ടുമോ എന്നുള്ള പേടി. അത് എൻ്റെ പേടി, എൻ്റെ അനുഭവം, അതാണ് എൻ്റെ പേടി. എന്തായാലും ഈ അമ്മയോട് കാര്യങ്ങൾ പറയേണ്ടതാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അധികൃതർ. ഈ അമ്മ നേരിട്ട ദുര്യോഗം എന്ന് പറയുന്നത് സാധാരണ രീതിയിലുള്ള സംഭവമല്ല. 19-കാരിയായ മകൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്നു, ഒരു നരാധമൻ, ഒരു മദ്യപൻ അയാൾ ചവിട്ടി ആ കുട്ടിയെ പുറത്തേക്ക് ഇടുന്നു. റെയിൽവേ ട്രാക്കിന് ഭാഗ്യത്തിന് വീണില്ല, ട്രാക്കിന് പുറത്തേക്കാണ് വീണത്. അപ്പോൾ അവരുടെ ചികിത്സ, മകളുടെ ചികിത്സ ഏത് രീതിയിലാണെന്ന് അറിയാനുള്ള ഈ അമ്മയുടെ അവകാശത്തെ നിങ്ങൾക്കൊരിക്കലും വെല്ലുവിളിക്കാൻ കഴിയില്ല. നിങ്ങൾ മാധ്യമ പ്രവർത്തകരോട് വിശദമായി എല്ലാം പറഞ്ഞു എന്നത് നേരാണ്. പക്ഷേ ഈ അമ്മയോട് സ്വകാര്യമായിട്ട് വിളിച്ച് ഇതാണ് മകളുടെ അവസ്ഥയെന്ന് പറയാൻ തീർച്ചയായിട്ടും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അധികൃതർക്ക് ഉത്തരവാദിത്വമുണ്ട്. നിങ്ങൾക്ക് തിരക്കായിരിക്കും, ഒരുപാട് രോഗികളെ കാണേണ്ട സ്ഥലമാണ്, സർക്കാർ ആശുപത്രി ആയതുകൊണ്ട് ഒരുപാട് ആളുകൾ അവിടെ തള്ളിക്കയറുന്നുണ്ടാകും. പക്ഷേ ഈ അമ്മയുടെ വേദനയുടെ ആഴം എന്താണെന്ന് ഈ ഡോക്ടേഴ്സ് മറക്കാൻ പാടില്ല. ഉമേഷ് ബാലകൃഷ്ണൻ കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരം നിന്ന് ചേരുകയാണ്. ഉമേഷ്, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് എസ്കേൻ. അമ്മയുടെ ആശങ്കയാണ് നമ്മൾ കേട്ടത്. എന്തായാലും ഇതിൽ ഡോക്ടർമാരുടെ വേർഷനുമുണ്ട്. എന്തായാലും ഇപ്പോഴും ശ്രീകുട്ടിയുടെ ആരോഗ്യനില അത് ഗുരുതരമായി തുടരുന്നുണ്ട്. 24 മണിക്കൂറുകൾക്ക് ശേഷം മാത്രമേ എന്തെങ്കിലും പറയാൻ കഴിയൂ എന്നാണ് ചികിത്സ ചെയ്യുന്ന ഡോക്ടർമാരും പറയുന്നത്. മെഡിക്കൽ ബോർഡിന് ഇന്നലെ രൂപം നൽകിയിരുന്നു. മെഡിക്കൽ ബോർഡ് തന്നെയാണ് വിശദമായ ചികിത്സാ പ്രോട്ടോകോൾ എല്ലാം നിശ്ചയിച്ച് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതി സുരേഷ് കുമാറിനെ പോലീസ് ഇന്ന് കസ്റ്റഡിയിലെടുക്കാനുള്ള അപേക്ഷ നൽകും. ഇന്നലെ രാത്രിയോടുകൂടിയാണ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തത്. റിമാൻഡ് ചെയ്ത പ്രതി ഇപ്പോൾ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്ന് അപേക്ഷ നൽകിയാൽ ഒരുപക്ഷെ നാളെയോടെ കസ്റ്റഡിയിൽ കിട്ടും. കസ്റ്റഡിയിൽ കിട്ടിക്കഴിഞ്ഞാൽ നേരെ സ്ഥലത്തെത്തിച്ച് ഈ വർക്കല സ്ഥലത്ത് ഈ ക്രൂരകൃത്യം നടന്ന സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അതുകൂടാതെ ചില അന്വേഷണത്തിൽ ചില പരിമിതികൾ പോലീസിന്റെ ഭാഗത്തുണ്ട്. കാരണം CCTV ദൃശ്യങ്ങളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. മറ്റൊരു കാര്യം, ഈ റിസർവേഷൻ കമ്പാർട്ട്മെന്റ് അല്ലാത്തത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട മൊഴികൾ, ഒപ്പമുണ്ടായിരുന്നവരുടെ മൊഴികൾ എടുക്കാനോ, കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് അർച്ചനയുടെ മൊഴി മാത്രമാണ് എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മറ്റുള്ളവരുടെ മൊഴി എടുക്കാനോ മറ്റോ ഒന്നും കഴിഞ്ഞിട്ടുമില്ല. ആ ഒരു പരിമിതിയുണ്ട്. പക്ഷേ CCTV മറ്റേതെങ്കിലും പുറത്തുള്ള CCTV ദൃശ്യങ്ങളോ മറ്റോ ലഭിക്കുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഈ അമ്മയുടെ ആശങ്ക അത് ഡോക്ടർമാർ ഇന്ന് പരിഹരിക്കും. കാരണം 10 മണിക്ക് മെഡിക്കൽ ബോർഡ് യോഗം ചേരും. അതിനുശേഷം ഈ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചത് കൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ഒരു അഭിപ്രായം പറയാൻ കഴിയില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. മെഡിക്കൽ ബോർഡിൽ വിവിധ ഡോക്ടർമാരുണ്ട്, ന്യൂറോ സർജൻ ഉണ്ട്, അങ്ങനെ വിവിധ ഡോക്ടർമാരുണ്ട്. അപ്പോൾ അവരെല്ലാവരും ചേർന്ന് ഈ മെഡിക്കൽ ബോർഡിന്റെ യോഗം ചേർന്ന ശേഷം അമ്മയെ കാര്യങ്ങൾ കൃത്യമായി ധരിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അത് ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നുള്ള ഒരു വിശദീകരണമാണ്. എന്തായാലും അമ്മ ഇപ്പോഴും ഈ മൾട്ടി സ്പെഷ്യാലിറ്റി, ഞാനിപ്പോൾ നിൽക്കുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിന് മുൻഭാഗത്താണ്. ഇതിനകത്ത് അമ്മയുണ്ട്, അമ്മ അകത്ത് ഇരിക്കുന്നുണ്ട്. എന്തായാലും അമ്മയുടെ ആശങ്കകളെല്ലാം പരിഹരിക്കപ്പെട്ടിട്ട് മകൾ വേഗം ജീവിതത്തിലേക്ക് തിരിച്ചെത്തട്ടെ. സ്കെയിൻ ഒരു മാധ്യമപ്രവർത്തകന്റെ അവകാശം ഉന്നയിച്ച മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെ കണ്ട് നേരിട്ട് എനിക്ക് വേണ്ടി ഒരു അഭിപ്രായം പറയണം. കാരണം അവർ ഈ മെഡിക്കൽ ബോർഡൊക്കെ കൂടി കുറേ കാലം കഴിഞ്ഞല്ലല്ലോ ഇതൊന്നും പറയേണ്ടത്. അതുകൊണ്ട് തന്നെ അതിലേതെങ്കിലും സെലക്ട് ചെയ്ത 1-2 വിദഗ്ധന്മാർ ഈ അമ്മയോട് എത്രയും പെട്ടെന്ന് സംസാരിക്കണം. കാരണം അമ്മയുടെ ഒരു ആശങ്ക നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാര്യം മകൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള ആദിയിലായിരിക്കും ആ അമ്മ നടക്കുക. ഇന്ന് തന്നെ രാവിലെ ഉമേഷ് ബാലകൃഷ്ണൻ അത് ചെയ്യുക, സൂപ്രണ്ടിനെ കണ്ട് കാര്യങ്ങൾ പറയുക. പറ്റുമെങ്കിൽ അത് റെക്കോർഡ് ചെയ്ത് ഷൂട്ട് ചെയ്ത് എടുത്താലും കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു ഉമേഷ് ബാലകൃഷ്ണൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.